ഇപ്പം നമ്മൾ കിലോമീറ്റർ ഒന്ന് നോക്കുകയാണ് ട്രക്കിൻ്റെ. ഇപ്പം 13,93,67. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. അപ്പം ഞാൻ ജിദ്ദന്ന് ലോഡ് കയറ്റി റിയാദിലേക്ക്. 11 മണിക്ക് ഞാൻ അവിടുന്ന് വണ്ടി എടുത്തു. ഇപ്പം ജുമും എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇനിയിപ്പം നോ എൻട്രിയുടെ ഒരു പ്രശ്നം ഇല്ല. ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു രാവിലെ ലോഡ് കയറ്റി ജിദ്ദന്ന് പുറപ്പെട്ടപ്പോൾ. അതിൻ്റെ അകത്ത് കറക്റ്റ് കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 940 കിലോമീറ്ററും ഉണ്ട്. 940 കിലോമീറ്ററാണ് ജിദ്ദന്ന് റിയാദ് വരെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു ടാർഗറ്റാണ്. ടാർഗറ്റ് കമ്പൽസറി അല്ല കേട്ടോ. ഒക്കുമെങ്കിൽ ഒന്ന് ഇരുന്ന് ഓടിക്കാൻ പറ്റിയ രാത്രി അല്ലെങ്കിൽ നേരം വെളുത്ത് ഒരു 2-3 മണിയൊക്കെ ആകുമ്പോഴത്തേന് റിയാദ് നമുക്ക് കയറാൻ പറ്റും. ഞാൻ ഇന്ന് വിചാരിക്കുന്ന ഒരു 12-13 മണിക്കൂർ കൊണ്ട് റിയാദിൽ എത്താൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ഇതിനിടയ്ക്ക് ഉറക്കം വല്ലതും വന്നാൽ ക്ഷീണം വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ ടാർഗറ്റൊന്നുമില്ല, പിന്നെ ഉറങ്ങുമെന്നുള്ളതാണ്. ഉറങ്ങിയ വണ്ടി ഓടിക്കാവോ കേട്ടോ. ഞാൻ ചുമ്മാതെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു അറിവിന് വേണ്ടി എടുക്കുകയാണ്. ജിദ്ദ എന്ന് റിയാദ് വരെ നമ്മളൊന്ന് ഇരുന്ന് ഓടിച്ചാൽ എത്ര മണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബച്ചന്മാർ രേഖപ്പെടുത്തുക. നിങ്ങൾ അണ്ണന്മാർ, നിങ്ങൾ വണ്ടി ഓടിക്കുന്ന, ട്രക്ക് ഓടിക്കുന്ന, ട്രെയിലർ ഓടിക്കുന്ന ഇവിടെ ജിദ്ദ എന്ന് റിയാദ് വരെ എത്ര മണിക്കൂറിൻ്റെ എത്തി, എങ്ങനെയൊക്കെ റെസ്റ്റ് എടുത്തു എന്നുള്ള കാര്യങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. ഓക്കെ, വീഡിയോ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത്. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം ചെയ്യുന്നുള്ളത് മാത്രം. പിന്നെ വാഹനത്തിൻ്റെ ലോഡൂടെ പറയാം. കൂടിപ്പോയ ഒരു 13-14 ടണ്ണേ ഉള്ളു ഇപ്പോൾ വണ്ടിക്കകത്ത്. അപ്പോൾ ലോഡ് കുറവാണ്. കൂടുതൽ ലോഡ് 25 ടണ്ണുണ്ട് എങ്കിൽ ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റൊന്നും ചിലപ്പം പൂർണ്ണമാക്കാൻ പറ്റത്തില്ല. സമയത്ത് ചിലപ്പോൾ ഓടി എത്താൻ ഒക്കത്തില്ല. ടയർ ചൂടാവും, വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കണം, ടയറിന് റെസ്റ്റ് കൊടുക്കണം. ഓക്കെ, പെതുക്കെ ഓടിക്കാൻ നോക്കൂ. അതൊക്കെ നമ്മൾ നോക്കണം. എന്നാൽ ലോഡ് കുറവാണെങ്കിൽ 5 ടണ്ണേ ഉള്ളു, 10 ടണ്ണേ ഉള്ളു എങ്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നല്ല ഉണക്കൊന്ന് ഇരുന്ന് ഓടിച്ചാൽ ചെല്ലാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം 13-14 ടണ്ണ് എൻ്റെ വണ്ടിക്കകത്ത് സിത്താരക്കകത്ത് ലോഡുണ്ട്. ഈ നോ എൻട്രി വലിയൊരു പ്രശ്നമാണ് കൂട്ടുകാരെ എല്ലാവർക്കും. കാര്യം നമുക്കൊന്ന് സമയത്തൊന്ന് എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ നോ എൻട്രിയിൽ ചിലപ്പം സമയത്ത് ലോഡ് കയറ്റി വണ്ടി എടുത്തില്ലെങ്കിൽ നോ എൻട്രിയിൽ കുരുങ്ങും. പിന്നെ അത് കഴിഞ്ഞാൽ പോകാനൊക്കത്തുള്ളൂ. ഇന്നത്തെ ലോഡ് മൊത്തം എടുത്ത് ഫ്രണ്ടിൽ കയറ്റി വെച്ച് ഫോർ ക്ലിപ്പിനോട് പറഞ്ഞിട്ടും അവർ ഫ്രണ്ടിലെ ലോഡ് കയറ്റത്തുള്ളെന്ന് പറഞ്ഞ് എല്ലാ തവലയും എടുത്ത് ഫ്രണ്ടിൽ വെച്ചു. അതിപ്പോൾ ഫ്രണ്ടിൽ കുഴിയൊക്കെ വരുവാണെങ്കിൽ ഒന്ന് ചവിട്ടി പോയില്ലെങ്കിൽ ഫ്രണ്ടിലെ പ്ലേറ്റ് കമാനിക്ക് അത് ബുദ്ധിമുട്ടാവും. ഞാൻ പറഞ്ഞെങ്കിലും അവന്മാർ കയറ്റിയില്ല. കാര്യം ലോഡ് ഫ്രണ്ടിലേ കയറ്റി വെക്കാനൊക്കത്തുള്ളതെന്നൊക്കെ പറഞ്ഞു. വെയിറ്റുള്ള തവലിയാണ്, ഒരു 13-14 തവലിയേ ഉള്ളൂ. പക്ഷേ എല്ലാം കൂടെ എടുത്ത് ഫ്രണ്ടിൽ വെച്ചു. അതുകൊണ്ട് ഈ കുഴിയൊക്കെ ഈ റോഡിൽ നമ്മൾ ജമ്മുവിനോട്ട് തിരിയുമ്പോഴുണ്ടല്ലോ, നേരെ തായ്ഫ് റോഡിലോട്ട് കയറുമല്ലോ, അപ്പോഴൊരു ഭയങ്കര കുഴികളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് സൂക്ഷിച്ചില്ല പ്ലേറ്റൊക്കെ ഓടിയാനോ ഒക്കെ ബുദ്ധിമുട്ട് വരും. ഓക്കെ, വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ വണ്ടി മാത്രം ഓടിച്ചാൽ പോരാ. നമുക്ക് കേവലം നമ്മൾ ഡ്രൈവർ ആയിരുന്നാൽ മാത്രം പോരാ. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മൾ എല്ലാം പഠിച്ച് വണ്ടി ഓടിക്കുക മാക്സിമം. വണ്ടിയെ അറിയണം, വണ്ടിയുടെ സ്വഭാവം അറിയണം, വണ്ടിയുടെ കപ്പാസിറ്റി, അതിൽ ബലൂൺസ് ആണോ ലോഡ് താങ്ങുന്നത്, കമാനിയാണോ, പ്ലേറ്റ് ആണോ, ഇത്ര ലോഡ് താങ്ങാനൊക്കും. അപ്പോൾ കുഴികളൊക്കെ അത് മാനേജ് ചെയ്യുന്നു. വണ്ടി എന്തോ ആണെന്നുള്ളത് നമ്മൾ ഒരു വണ്ടി ഓടിക്കുന്ന ഒരാൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഒത്തിരി ആക്സിഡൻ്റ് ഇല്ലാതെ വണ്ടി കേടാക്കാതെ നമുക്ക് നമ്മുടെ സ്ഥലത്ത് വരെ ഓടിച്ചെത്താൻ പറ്റും. അപ്പോൾ വണ്ടിയെക്കുറിച്ച് പഠിക്കുക കൂടുതലായിട്ട്. എൻ്റെ ഒരു ഡ്രൈവിംഗ് ഫീൽഡിൽ ഞാൻ ഏറ്റവും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, വണ്ടിയെപ്പറ്റി ഒത്തിരി പഠിക്കാൻ പറ്റും. ചെറിയ വണ്ടി, വലിയ വണ്ടി എല്ലാം. അതെനിക്ക് വലിയ ഇഷ്ടമാണ്, വണ്ടിയെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാം. കാര്യം തുടക്കം എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ വണ്ടി പ്രേമിയായിരുന്നു. വർക്ക്ഷോപ്പിലൊക്കെ പോയി വണ്ടികളൊക്കെ കുറച്ച് വണ്ടിപ്പണിയൊക്കെ പഠിച്ചു. അതിന് ശേഷം ഏത് വണ്ടി കിട്ടിയാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് വലിയൊരു താല്പര്യം. ഇത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയാണ് കേട്ടോ. എല്ലാവരും ഇതൊക്കെ ചെയ്യുന്ന എങ്കിലും നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ വണ്ടിയെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുക. എപ്പോഴും ഒരു ടയറിൻ്റെ ലോഡിങ് കപ്പാസിറ്റി, ഒരു ബലൂണിൻ്റെ ലോഡിങ് കപ്പാസിറ്റി എത്രയാണ്, അപ്പോൾ വണ്ടിക്കകത്ത് എത്ര ടയറുണ്ട്, ഇപ്പോൾ എല്ലാം കൂടെ
എല്ലാ ടയറും എത്ര ലോഡ് താങ്ങും, ഓവർലോഡ് എന്ത് വേണം, അപ്പോൾ കുഴിയും കുന്നും കുഴിയും ഒക്കെ വരുമ്പോൾ എങ്ങനെ ഓടിക്കണം. ഓക്കെ, നൈസ്. ഒരു ചായ കുടിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇവിടെ വന്ന് എന്തായാലും നോ എൻട്രി പാർ ചെയ്തല്ലോ, ഇനിയും പ്രശ്നമില്ല. ഇനി നമ്മുടെ ഇഷ്ടമാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. ചായ കുടിച്ചിട്ട് ഇതൊക്കെ പാം. അപ്പോൾ ഇതിൻ്റെ തുടർന്ന് വീഡിയോ ഉണ്ടായിരിക്കാം. മച്ചാന്മാരെ, അണ്ണന്മാരെ, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണേ. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ 940 കിലോമീറ്റർ എത്ര മണിക്കൂർ കൊണ്ട് ഓടി എത്തി എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.